പരിമിതികളിൽ പരാതികളുമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന ജീവനക്കാരുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയും ചൂണ്ടിക്കാട്ടി വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. ഡീസൽ അടിക്കാൻ പണമില്ലാത്തതും ഡ്രൈവർമാരില്ലാത്തതും ചെലാൻ നടപടികളും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന് അവർ വ്യക്തമാക്കുന്നു. റോഡിലിറങ്ങാൻ സമയം കിട്ടുന്നില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നു. പ്രജിത്ത്, വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടിയാണ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇത്രയധികം റോഡപകടങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അപര്യാപ്തതകളുടെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തുണ്ടായത് വ്യാപകമായ വാഹനാപകടങ്ങളും അതിൽ നിരവധി മരണങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് പത്തനംതിട്ടയിൽ ആ രീതിയിലുള്ള അവരുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നത് പോലെയുള്ള നടപടികളിലേക്കൊക്കെ അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. വലിയ ചർച്ച സംസ്ഥാനത്തെ വാഹനാപകടങ്ങളെ പറ്റി ഉയരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്നൊരു സംയുക്തമായ ഒരു പരിശോധനയിലേക്ക് പോകാമെന്ന് സർക്കാർ തീരുമാനിക്കുന്നതും ഇതിൻ്റെ പേരിൽ വലിയ ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ രീതിയിലുള്ള പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിരികിടകളിലെങ്കിലും മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിലെ നിലവിലത്തെ അവസ്ഥ അവിടുത്തെ ജീവനക്കാരുടെ തന്നെ പ്രധാനപ്പെട്ട അംഗീകരിക്കപ്പെട്ട സംഘടനയായിട്ടുള്ള കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പേരിൽ ഒരു കുറിപ്പായി അവർ പുറത്തിറക്കിയിരിക്കുന്നത്. അവർ പറയുന്നത് പ്രധാനപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജീവനക്കാരുടെ ക്ഷാമം, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തതയുമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ജീവനക്കാരുടെ ക്ഷാമം, സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ സേനയില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ റോഡിലെ നിയമലംഘനങ്ങൾ തടയുന്നതിനും അതിൽ പിഴ ചുമത്തുന്നതിനുമൊക്കെ വിനിയോഗിക്കേണ്ട അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരായ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല. അവരുള്ളവർ തന്നെ മറ്റ് ജോലികൾ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം അവർ ചൂണ്ടിക്കാട്ടിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ ചെല്ലാനുകൾ തയ്യാറാക്കുന്നതും അത് പ്രിന്റ് എടുക്കുന്നതും അയക്കുന്നതും എല്ലാം ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ചെല്ലാനുകൾ കൂടുതലുന്ന സാഹചര്യത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങളിലും ഈ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഭാഗവാക്കായിട്ടുള്ളത്. ഒപ്പം ഈ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് മറ്റ് വകുപ്പുകളിൽ പോലീസിലും വനം വകുപ്പിലും ഒന്നും ഉള്ളതുപോലെയുള്ള പ്രത്യേക വിഭാഗത്തിലുള്ള ജീവനക്കാരൊന്നും മോട്ടോർ വാഹന വകുപ്പിലില്ല. ആ നടപടികളും ഈ എൻഫോഴ്സ്മെന്റ് ജോലികൾ ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ചെയ്യേണ്ടി വരുന്നു. ഫലത്തിൽ റോഡിലിറങ്ങാൻ തങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് സംസ്ഥാനത്ത് വ്യാപകമായ ഈ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള നിയമലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ തടയേണ്ട ഉദ്യോഗസ്ഥർ ആവശ്യത്തിനില്ല എന്നുള്ളതാണ് ഇതിന് വരുന്നൊരു പ്രധാന പ്രതിസന്ധി. ഇതോടൊപ്പം തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങളിലെ നിരവധി പ്രശ്നങ്ങളും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആവശ്യത്തിന് വാഹനങ്ങളില്ല, പല ഓഫീസുകളിലും ഈ ഡീസൽ അടിക്കാനുള്ള ഫണ്ടില്ല, പലയിടത്തും വാഹനങ്ങൾ ഇലക്ട്രിക് ആക്കി മാറ്റിയതോടെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് 10 മണിക്കൂർ ചാർജ് ചെയ്താലും മറ്റ് സമയങ്ങളിൽ ഉപയോഗത്തിന് അത് തികയാതെ വരുന്ന ഒരു സാഹചര്യം അവർ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം ഉള്ള വാഹനങ്ങൾക്കാണെങ്കിൽ ഡ്രൈവർമാരുമില്ല. അതും ഈ പറയുന്ന രീതിയിൽ എൻഫോഴ്സ്മെന്റ് ജോലികൾ ചെയ്യേണ്ട ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് വരുന്നു. ഈ ചെല്ലാനുകൾ തയ്യാറാക്കാനുള്ള പോസ്റ്റ് മെഷീനുകളില്ല, സ്വന്തം ഫോണുകളിൽ നിന്ന് തന്നെ അത് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ സ്വന്തം ഫോണുകളിൽ നിന്ന് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ചില കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഫോണുകൾ കൈമാറേണ്ടി വരുന്നതും അവർക്ക് ആശങ്കയാകുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. നമുക്ക് ഒറ്റയടിക്ക് എണ്ണി പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഈ ലിസ്റ്റ് ഒരു പട്ടിക ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. അതുപോലെ ഈ സർവീസ് റൊട്ടേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകളെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരമായി ജീവനക്കാർ ആവശ്യപ്പെടുന്നത് മിനിസ്റ്റീരിയൽ തസ്തികയിലും അതുപോലെ തന്നെ CPO റാങ്ക് പോലെയുള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെ കൂടുതലായി നിയമിച്ചുകൊണ്ട് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ ലഭ്യമാക്കുക, അതിനോടൊപ്പം ഈ അടിസ്ഥാന സൗകര്യങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ഒരു പക്ഷത്തെ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതും ഈ ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പോലീസ് സേനയിലെ അമിത ജോലിഭാരവും തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ ജോലിഭാരം കൂടുതലാണ് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉയർത്തുന്ന പരാതി. വീണ. ഓക്കെ, ശരി പ്രജിത്ത്.